2012 റിലീസായ ലാജോ സംവിധാനം ചെയ്ത ഡയമണ്ട് നെക്ലസിലൂടെ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം നടത്തിയ നടിയാണ് അനുശ്രീ. ചന്ദ്രേട്ടൻ എവിടെയാണ്, മഹേഷിന്റെ പ്രതികാരം, ഇതിഹാസ എന്നീ സിനിമകളുടെ അവർ മുൻനിര നടിയായി മാറി. തനിക്ക് നഷ്ടമായ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് അനുശ്രീ ഇപ്പോൾ. സിനിമയിൽ വന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ ഒരു സർജറി വേണ്ടി വന്നെന്നും ആ സമയത്താണ് പുലിമുരിലേക്ക് തനിക്ക് വിളി വന്നിരുന്നതെന്നും അനുശ്രീ പറയുന്നു. മോഹൻലാലിൻ്റെ ഭാര്യവേഷത്തിലായിരുന്നു അതെന്നും എന്നാൽ അത് ചെയ്യാൻ തനിക്ക് കഴിഞ്ഞില്ലെന്നും അനുശ്രീ പറയുന്നു. പുലിമുരുകൻ കാണുമ്പോൾ ഇപ്പോഴും വിഷമം തോന്നുമെന്നും കാമിലിനി മുഖർജി ചെയ്ത ആ വേഷം താൻ ചെയ്യേണ്ടായിരുന്നില്ലേ എന്ന് തോന്നുമ്പോൾ നടി കൂട്ടിച്ചേർത്തു. സിനിമയിൽ വന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ കൈക്കൊരു സർജറി വേണ്ടി വന്നു. കൈയുടെ ചലനശേഷി പഴയതുപോലെ ആകുമോ, സിനിമയിലേക്ക് മടങ്ങി വരാനാകുമോ എന്നൊക്കെ ചിന്തിച്ച് അന്ന് കുറേ വിഷമിച്ചിട്ടുണ്ട്. അന്ന് സിനിമയിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു. പുലിമുരുകനിൽ ലാലേട്ടൻ്റെ ഭാര്യയുടെ റോൾ ചെയ്യാൻ ഓഫർ അതിനിടയിലാണ് വന്നത്. ഞാൻ സർജറി കഴിഞ്ഞ് വിശ്രമത്തിലാണ്. എനിക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നു. പുലിമുരുകൻ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് വിഷമം വരും. കാമിലിനി മുഖർജി ചെയ്ത ആ വേഷം ഞാൻ ചെയ്യേണ്ടതായിരുന്നല്ലോ എന്ന് തോന്നും. ലോണൊക്കെ എടുത്ത് വീട് പണി കഴിഞ്ഞ സമയം കൂടിയായിരുന്നു അത്. സിനിമ മുടങ്ങിയാൽ പ്രതിസന്ധി വരും. വീട്ടുകാർക്ക് ആ ബാധ്യതയൊക്കെ തനിച്ച് വീട്ടാനാകുമോ എന്നൊക്കെ തോന്നി. മാനസികമായ സമ്മർദ്ദം അനുഭവിച്ചു. ദൈവം സഹായിച്ച് ആ ബാധ്യതയൊക്കെ തീർക്കാനായി എന്ന് അനുശ്രീ പറയുന്നു.